അപ്പോൾ ബൈബിള് ഈ വിഷയം ഇങ്ങനെ ഇപ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് ഗത്രു കിട്ടാത്ത, ഓടിയോ ഒഴിഞ്ഞോ മാറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ, ഓടിയോ ഒഴിഞ്ഞും മാറാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് ബൈബിൾ വിളിക്കുന്ന പേരെന്താ? ഓടിയോ ഒഴിഞ്ഞും മാറാത്ത വിഷയങ്ങൾക്ക് ബൈബിൾ വിളിക്കുന്ന പേരെന്താ? കുരിശെന്ന. അതിനാണ് കുരിശെന്ന് പറയണത്. അത് ഈശോയ്ക്ക് പറയാമായിരുന്നു, ഓപ്ഷൻ ഇല്ലാത്ത തരത്തിലുള്ള സഫറിങ്. നമുക്കൊരു ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു സഫറിങ് വരും. അത് സഫറിങ് അല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആധ്യാത്മിക ഭാഷ പറഞ്ഞാൽ നമ്മളുടെ ഈ വിശ്വാസം, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചില്ലേ, അച്ഛനത് മനസ്സിൽ ഈശോ തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയതാണ്. എന്താണ്? അമ്മേ, പരിശുദ്ധ അമ്മേ, വിശ്വാസം എന്ന പുണ്യമുണ്ടായി തിരുക്കുമാരനോട് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കണമേ. ഞാൻ തന്നെ ഓർത്ത് കൊന്തപ്രാർത്ഥനയാണല്ലോ ഇതെങ്ങനെ ഇപ്പോൾ വന്നതെന്ന്. എൻ്റെ വൈകുന്ന പെട്ടെന്ന് വന്നതാണ്. ഇത് ജപമാലയിലെ പ്രാർത്ഥനയല്ലേ, അതെങ്ങനെ ഇപ്പോൾ വന്നതെന്ന് ഞാൻ തന്നെ ഒന്ന് വിസ്മയിച്ചതാണ്. പിന്നെ ഞാൻ ആ പ്രാർത്ഥനയുടെ കൂടെ പോയെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്? പിന്നെയും പറഞ്ഞു. എന്ത് പറഞ്ഞ്? അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കണമേ. അത് ശരിക്കും ഞാൻ ചിന്തിച്ച് പറഞ്ഞതല്ല ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇവിടെ വന്നപ്പോൾ ആദ്യം നാവിൽ ഈശോ തന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷം നമ്മൾ പിന്നീടും പ്രാർത്ഥിച്ചു, അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. കാര്യം അമ്മയും തിരുക്കുമാരനും വളരെ ജീവനോടെ ലൈവായിരിക്കുന്ന സമയമാണ് ആരാധന സമയം. ഇപ്പോൾ വിശ്വാസിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മ പ്രാർത്ഥിച്ചത്? അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങൾ ആണ് പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് വരുന്ന ആധാരമെന്ന് പറയണത്. ആദ്യം നമ്മൾ അടിത്തറ, പ്രാർത്ഥനാ ജീവിതത്തിന് അടിത്തറയാണ്. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴെന്താ പറയണത്? ചില ഒഴിവാക്കാൻ പറ്റാത്ത കുരിശുകളുണ്ടെന്ന് പറയും, ഒഴിവാക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ. ഇപ്പം നമ്മൾ ഉടമ്പടിയിലൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ, ഒഴിവാക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ കുറേ മാറ്റിത്തരും ഈശോ. നിനക്ക് നിത്യജീവിതത്തിന് വേണ്ടി നിന്നെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ക്ലേശങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. അതിപ്പോൾ കൗൺസിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിത്യജീവിതത്തിന് കൃപാവര നിത്യജീവിതം തന്നെ, കൃപാവര നിത്യജീവിതമുണ്ട്. കാര്യം നിത്യജീവിതം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് ദൈവ അനുഭവങ്ങളും അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളുമൊക്കെ ഭയങ്കര ഗ്രേഡ് വരുന്നുണ്ട്. ബൈബിള് ഇപ്പം നമ്മൾ 1 കൊരിന്ത്യൻസിൻ്റെ 15:41 ഈ ഗ്രേഡ് പറയുന്നതാണ്. അതായത് നിത്യജീവന് നിയോഗിക്കപ്പെട്ടവരെന്നാണ് ബൈബിള് വാക്ക് ഉപയോഗിക്കുന്നത്. നിത്യജീവന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെല്ലാം ദൈവം സഭയിൽ കൂട്ടിച്ചേർത്തെന്നൊരു വചനമുണ്ട്. നിത്യജീവന് നിയോഗിക്കപ്പെട്ടവർ. അപ്പോൾ നിത്യജീവന് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ ഏത് ഗ്രേഡിലാണ് വരുന്നതെന്ന് പ്രശ്നമാണ്. കാര്യം വ്യത്യസ്തങ്ങളായ ധനവാന്മാരെ ബൈബിളിൽ കാണാം. വ്യത്യസ്തമായ ധനവാന്മാരെ. ഇപ്പം അന്ത്രയോസ്ലീഹയുടെ തിരുനാളാണ് കഴിഞ്ഞ ദിവസങ്ങളെ അവസാനിച്ചത്. അന്ത്രയോസ് അദ്ദേഹം വലിയ ധനവാനായിരുന്നു. കാര്യം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കുരിശിക്കപ്പെട്ടിരിക്കുന്നത് 2 പേര് മാത്രമാണ്, അന്ത്രയോസും പിന്നെ പത്രോസും. അവർ മാത്രമേ ക്രൂശിക്കപ്പെട്ടുള്ളൂ. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു, അന്ത്രയോസ് ഇൻഡു ചിഹ്നമുള്ള കുരിശിൻ്റെയാണ് തറക്കപ്പെട്ടിരിക്കുന്നത്. ധനവാന്മാരെന്ന് പറയണത് ആരാണ് കൂടുതൽ ക്ലേശങ്ങളോ സഹനങ്ങളോ യേശുക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ അനുഭവിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ട് അതിനോട് അർത്ഥവത്തായി വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങൾ വഴി അതിനോട് സബ്മിസീവായിട്ടുണ്ടെങ്കിൽ അവരാണ് ധനവാന്മാരെന്ന് പറയണത്. ബൈബിളിലെ ധനവാന്മാർ. ധനമുണ്ടാക്കുന്ന രീതികളൊക്കെ വളരെ രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വിശ്വാസം കൗണ്ട് ചെയ്തിട്ടാണ് ധനവാനെ എണ്ണി നോക്കുന്നത് ബൈബിള്.
അതായത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ, ഒരു തീപിടുത്തം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു പുഴ നീന്തി കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ രോഗം, അല്ലെങ്കിൽ മക്കളുടെ IELTS പഠനം, അല്ലെങ്കിൽ വീട് പണി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രോഗം, 6 മാസം അല്ലെങ്കിൽ 9 മാസം, ഒന്നുകിൽ വാദം, അല്ലെങ്കിൽ നടുവ് വെട്ടൽ, അല്ലെങ്കിൽ നടുവ് തകർച്ച, ഇങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ, അതിൻ്റെ ഇടക്കല്ല, അത് കഴിയുമ്പോൾ ഇതൊന്നും കഴിയാതിരിക്കത്തില്ല, എല്ലാം കഴിയും, എല്ലാം കഴിയും. നടുവേട്ടലായാലും വേദനയായാലും വാദമായാലും വലിവായാലും കരൾ രോഗമായാലും എല്ലാം കഴിയും. എല്ലാം കഴിയുമ്പോൾ എന്തവശേഷിക്കുന്നുവെന്നുള്ളതാണ് നിൻ്റെ വിലയെന്ന് പറയണത്. ദൈവതിരുസന്നിധി വിലയില്ലേ? ദൈവതിരുസന്നിധി നിൻ്റെ വിലയെന്ന് പറയണത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ എന്ത് അവശേഷിക്കുന്നു. ഒരു വിധവയുടെ കഥ ഈശോ പറയുന്നുണ്ടല്ലോ. ഒരു വിധവ എപ്പോഴും ഒരു യജമാൻ്റെ അടുത്ത് ചെന്ന്, യജമാന് എനിക്ക് നീതി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ വീടാരുടെ കൈകേറിയതാണ്, പൊറപ്പിക്കണില്ല അവർ വിധവയായിട്ട് ഒറ്റപ്പെണ്ണായിട്ട് ജീവിച്ചിട്ടേ നാട്ടുകാർ കൈകേറുകയാണ്. വീട് സ്ഥലം കിടത്തി ഉറക്കത്തില്ല. അപ്പം തലവേദനയായിട്ട് വന്ന് യജമാൻ്റെ അടുത്ത് ശരണം പ്രാപിക്കുകയാണ്. എന്നെ പൊറപ്പിക്കണില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുക. അപ്പം യജമാനാണെങ്കിൽ ഒരു മുരുടനാണ്. അയാളുടെ ക്യാരക്ടർ ഈശോ പറയണത് അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് പറയണത്. ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടില്ല തീർന്നില്ലേ? അപ്പോൾ മനുഷ്യനല്ല മൃഗമാണെന്നർത്ഥം. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളിലും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള തരംതിരിവുകൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. വിശ്വാസം ഉണ്ടാകാം, പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെന്ത് ചെയ്ത് മനുഷ്യനെയും മാനിക്കണമില്ല. അപ്പോൾ പിന്നെ തീർന്ന് അയാൾ കറക്റ്റൊരു ബീസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കറക്റ്റൊരു മൃഗമാണ്. അതായത് ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെയും മാനിക്കുന്നില്ല. ഞാനിന്നലെ നമ്മുടെ കൃപാസനത്തിൽ ഇപ്പോൾ ടോക്കെല്ലാം ഈ ശുശ്രൂഷയെല്ലാം ലൈവിൽ പോവുകയല്ലേ. ഇപ്പം ലൈവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ആൾക്കാർ ആ അച്ഛൻ്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അടിച്ചിടും മൊബൈലിൽ ആ വചനം കേൾക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെടുത്തി അടിച്ചിരിക്കുകയാണ്, കർത്താവേ എൻ്റെ അയൽവാസിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന്. അത് ചെടുത്തിയല്ല, അവർക്ക് അധികം വയസ്സൊന്നും കാണത്തില്ല മിക്കവാറും. അവിടെ പേര് കേട്ടിട്ട് ഒരു 30 വയസ്സിൻ്റെ പേരാണ്. നമുക്ക് ഓരോ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ എത്ര വയസ്സുണ്ടെന്ന്. പേര് വെച്ച് വയസ്സ് പിടിക്കാൻ പറ്റുമല്ല. അപ്പം അയൽവാസി അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിക്കാൻ അനുവദിക്കണില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാകാം. നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടാകാം, വഴി നടത്താൻ അനുവദിക്കാത്തവർ. ആ വഴിയെ പോകുമ്പോൾ അവിടെ കുപ്പിച്ച് കണ്ടവും കൈത പൊണ്ണനെ കൊണ്ട് തീടണവർ, ചവറ് വാരിയിടുന്നവർ, വേസ്റ്റ് ഇടുന്നവർ, മലമിടുന്നവർ, അങ്ങനെ പല വെറൈറ്റി അവതാരങ്ങൾ നമ്മൾക്ക് ഓരോ സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരും ഇല്ലേ? ഇതൊക്കെ മക്കൾ അഭിമുഖീകരിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇവർ ഭരിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ കോപ്പറേറ്റീവ് തരങ്ങളൊക്കെ അവസാനിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവെ പരമാവധി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സഹിക്കാത്ത സമയമാകുമ്പോൾ ഞാൻ കൈവെക്കും. അപ്പോൾ നീ എന്നെ സഹായിക്കണം. അതുവരെ പരമാവധി ഇവരെ കൊണ്ട് എന്തുമാത്രം വരുമാനം ഉണ്ടാക്കാം അത്രയും നീ വരുമാനം ഉണ്ടാക്കണം. നിന്നെ സമ്മർദ്ദപ്പെടുത്തുന്ന അധികാരികളില്ലേ, നിന്നെ സങ്കടപ്പെടുത്തുന്ന അയൽവാസികളില്ലേ, അവരെ കൊണ്ട് പരമാവധി എന്തുമാത്രം നിനക്ക് പോകാൻ പറ്റും അത്രയും നീ പോകാൻ വേണ്ടി അമ്മയോട് സ്വപ്പിട്ട് നിൽക്കണം. കാര്യം അമ്മ ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഒരു പരിധി വരെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കർത്താവ് ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നത്, ഇനിയും ഇതുപോലെ ദുഷ്ടന്മാരായ അയൽവാസികൾ പെരുകി എൻ്റെ സമാധാനം കെടുത്തുകയാണെങ്കിൽ എനിക്ക് അറ്റാക്ക് അടിച്ച് മരിച്ചു പോകും, ഇനി എനിക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ലാസ്റ്റ് കൈവെക്കുമ്പോൾ പതുക്കെ ദൈവം ഏത് സമയത്ത്, ദൈവത്തിന് നിങ്ങൾക്കറിയാമല്ലോ എന്ത് വിഷയമായാലും ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് അത് മാറ്റിത്തരാൻ പറ്റും. എന്ത് വിഷയം, ഇപ്പം
ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ സംശയം, എന്ത് വിഷയം വേണമെങ്കിലും ദൈവത്തിന് ഏത് സമയത്തും മാറ്റിത്തരാൻ പറ്റും. അതിന് ഇന്ന സമയമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തുള്ളിൽ എന്തുമാത്രം ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്തോരം സമ്പാദിക്കാൻ പറ്റും. ബൈബിളിലെ ഏറ്റവും വലിയ വിഷയമാണ് സമ്പാദ്യം. സമ്പാദ്യം അവസാനം സമ്പാദ്യം, നിൻ്റെ സമ്പാദ്യം കൊണ്ടുവരാൻ പറയത്തില്ലേ? താലന്ത് കൊടുത്ത് 2 താലന്ത് 5 താലന്ത് ഒക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരോട് നീ എന്ത് നേടിയെന്നറിയാൻ വേണ്ടി യജമാനൻ, ഇപ്പം ഇന്ന് അച്ഛൻ്റെ ഉടുപ്പ് എന്ത് കളറാണത്? വയലറ്റ്. എന്താ കാര്യം? ആഗമനകാലമാണ്, ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആഗമകാലം 1-ാം ഞായറാഴ്ച. എന്താണ് നിൻ്റെ അന്തസത്ത? നാഥൻ്റെ വരവിന് വേണ്ടി സഭ ജാഗ്രതയോടെ നോക്കിപ്പാർത്ത് വലിയ ചെറിയ നോൻപ് ആരംഭിച്ചിരിക്കണ ആഗമനകാലമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ വരവിനെ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളത് ബൈബിള് വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന വിഷയമാണ്. കാര്യം അതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കണം, പ്രാർത്ഥനാനിരതരായിരിക്കണമെന്ന് പറയും. സദാ പ്രാർത്ഥനാനിരതരായിരിക്കണം, ജാഗരൂകരായിരിക്കണം. പക്ഷേ പ്രാർത്ഥനാനിരതരും ജാഗരൂകരായിരിക്കുമ്പോഴും അത് അവൻ്റെ വരവിന് വേണ്ടിയുള്ള ആത്മീയ ഒരുക്കമാണ്. പക്ഷേ അവൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ആഗമനകാലത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? അവൻ കണക്ക് ചോദിക്കും. അതാണ് സംഭവം. വരണവരെ അവനെ സ്വീകരിക്കുന്നൊരു മൂഡിൽ നമ്മളെ വിശുദ്ധീകരണത്തെ നമ്മൾ കാണുമ്പോൾ അവൻ വന്നതിന് ശേഷം താൻ സമ്പത്തേൽപ്പിച്ചവരെ എന്ത് നേടിയെന്നറിയാൻ വേണ്ടി അവരെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനെ നീ എനിക്ക് 5 താലന്താണ് തന്നത്, ഞാനത് 5 കൂടി നേടിയിരിക്കും. ഉടനെ യജമാനൻ പറയും, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്ന കൊണ്ട് 10 നഗരങ്ങളുമേ അധികാരിയായിരിക്കും. ഇപ്പം ബാലൻസ് എന്തുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ബാലൻസ് പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞിപ്പോൾ അയൽവാസി നിൻ്റെ വീടിൻ്റെ നീ പോണ വഴിയിൽ കൊണ്ടുവന്ന് കൈതപ്പണനിട്ട് കുപ്പിച്ചിലിട്ട് വഴി നടത്തില്ല. നിങ്ങൾക്കിവിടെ വഴിയില്ല, നിങ്ങൾക്ക് പ്രമാണത്തെ നിങ്ങളുടെ വഴിയില്ല, അതുകൊണ്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല, ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറെ ആൾക്കാരെ വെച്ച് നമ്മളെ വിരട്ടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്താലും നിങ്ങൾ കൂൾ ഡൗൺ ആയിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റീഷൻ നമ്മൾ ഓൾറെഡി ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ അവരോട് കയർക്കാനോ അല്ലെങ്കിൽ അവരോട് ശണ്ട കൂടാനോ ഒന്നും പോകരുത്. ശണ്ട കൂടിക്കഴിഞ്ഞാൽ കുഴപ്പം അറിയാമല്ലോ. അവരോട് ശണ്ട കൂടിക്കഴിഞ്ഞാൽ കർത്താവ് പറയും, ശണ്ടയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശണ്ടക്കാർ അതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളതെന്ന് പറയും. എന്താ ശണ്ടയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നിൻ്റെ അയൽവാസി നിന്നോട് ശണ്ട കൂടി നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം? മേലെങ്കിൽ കൂടി വിട്ടുകൊടുത്തേക്കാൻ പറയും. പിന്നെ ആ വഴിയെ പോകാൻ പോലും പറ്റത്തില്ല. ശണ്ട വെക്കരുത്. ഇപ്പം നിന്നെ വിഷമിപ്പിക്കുന്ന പ്രതിയോഗിയോട് ശണ്ടക്ക് പോകരുത്. ശണ്ടക്ക് പോയാൽ ഭൗതികമായിട്ട് നമുക്ക് ലാഭം വരത്തില്ല, നഷ്ടമേ വരത്തുള്ളൂ. കാര്യം നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ പറയും, അത് മേലെങ്കിൽ കൂടി കൊടുത്തേക്കാൻ പറയും. അപ്പോൾ പിന്നെ കർത്താവ് ഉടുപ്പ് കരസ്ഥമാക്കുന്ന ഞാൻ ഇടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ നീ ഇപ്പോൾ എന്താ നിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ എന്താ പറഞ്ഞാൽ മേലെങ്കിൽ കൊടുക്കാനാ? എന്തൊരു നീതിയാണിത് എന്ന് പറയാം. ഈ മേലെങ്കിൽ കൊണ്ട് നീ എന്ത് മേലെങ്കിൽ ഇത് കൊണ്ട് എത്ര കാലം ഉണ്ടാവും? നീ തിരിച്ചു നോക്കിയാൽ മേലെങ്കിൽ എന്തുമാത്രം അവിടെ ഉറഞ്ഞു കിടപ്പുണ്ടെന്ന്. നീ എത്ര മേലെങ്കിൽ ഉണ്ടാക്കിയാലും, ഓവർകോട്ട് ഉണ്ടാക്കിയാലും, അഭിമാനം ഉണ്ടാക്കിയാലും, ആഢ്യത ഉണ്ടാക്കിയാലും കൃഷിമിത്തിരി ചെല്ലുമ്പോൾ ഈ മേലെങ്കിൽ എല്ലാം പോകും. അപ്പം അതുകൊണ്ട് അത് വിട്ടുകൊടുത്തേക്കാൻ പറയും. ആഢ്യത ഉണ്ടാക്കി അഭിമാനം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, നിന്നെ നീയാക്കി ആളാക്കി ആളായ്മയാക്കി സ്ഥലത്തെ പ്രധാന ദിവ്യനാക്കി മാറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും വിട്ടുകൊടുത്തേക്കാൻ പറയും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈശോ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പോഴും തീർപ്പ് കൽപ്പിക്കുമ്പോഴും 70 കൊല്ലം വെച്ച് തീർപ്പ് കൽപ്പിക്കത്തില്ല. അതാണ് പ്രശ്നം. 70 അല്ല പ്രശ്നം. എന്താണ്? 700 കോടി കോടാനുകോടി ജന്മാന്തരങ്ങളുമായിട്ട് നിത്യകോടി കൊല്ലവുമായിട്ടാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തോട് ഒരിക്കലും ഒരു പരാതി പറയരുത്. പരാതി പറഞ്ഞാൽ പരാതി ദൈവത്തെ അളക്കണത് പോലെ ഇരിക്കും. നമ്മൾ എന്തെങ്കിലും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഇത്രയും ഉപവസിച്ചില്ലേ, എന്നിട്ട് എനിക്കൊരു സമാധാനമില്ലല്ല, എൻ്റെ മകന് ഒരു ജോലി ഇല്ലല്ല, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി, ഒരു സാധനവും സംസാരിക്കാൻ പറ്റത്തില്ല.
സംസാരിച്ചു കഴിഞ്ഞാൽ നീ നിത്യത നിനക്കറിയത്തില്ലല്ലോ ദൈവം എന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന്. ദൈവം ഒന്നും ഉദ്ദേശിക്കാത്ത ആളല്ലല്ലോ. ദൈവം എല്ലാം ഉദ്ദേശിക്കുന്ന ആളാണ്. ആദത്തിൻ്റെ കാലം മുതൽ എല്ലാം ഉദ്ദേശിച്ചാണ് കർത്താവിൻ്റെ കാലം വരെ വരണത്. കർത്താവിൻ്റെ കാലം കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു. പിന്നീട് വീണ്ടും വരവിൻ്റെ കഥ പറഞ്ഞപ്പോഴും ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും ഉദ്ദേശിക്കാത്ത ആളാണെന്നൊന്നും കരുതണ്ട. എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് നിന്നോട് പെരുമാറിയിരിക്കുന്നത്. കാര്യം എന്തെങ്കിലും കുറവ് ഭൗതികമായ കാര്യങ്ങൾക്ക് നിനക്ക് ദൈവത്തിന് കുറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ദൈവത്തിനെ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ മിണ്ടരുത്. എന്താ കാര്യം എന്നറിയാവോ? അതിന് വിവേകമെന്ന് പറയും. വിവേകമതിയായ കന്യകമാരെന്ന് പറയത്തില്ലേ, സദാ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ വിവേകമുള്ള ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? ബൈബിളിലെ വിവേകമെന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് ദൈവം എൻ്റെ ദൈവം എന്നോട് ഒരു അനീതിയും ചെയ്യത്തില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഞാൻ ഞെരുങ്ങുന്നു ഉള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ ദൈവം സമ്മാനം നൽകുന്നവനാണ്. വരവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ആഗമനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനം കൊണ്ട് വരുന്നു എന്ന്. ദൈവവേദന എന്തെങ്കിലും കുറവ് ഭൗതികമായ കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഈ കാലങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് ഇക്കാലം മാത്രമല്ല, ദൈവത്തിന് കാലാതീതമായ കാലത്തിലേക്ക് എപ്പോഴായാലും അവൻ നിന്നോട് നീതി കാണിച്ചിരിക്കും. നക്കാപ്പിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നീ ദൈവത്തോട് കയ്യാങ്കളിക്കാണ് തീരുമാനിക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യു വിൽ ബി ഡിസ്പൾഡ്. നീ കർത്താവിൻ്റെ ദുരുസ്ഥനിധിയിൽ നിന്ന് ആട്ടി അകറ്റപ്പെടും. നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദാവീദിനെ പോലെ പ്രാർത്ഥിക്കണം. കൊലപാതകം ചെയ്തിട്ടും അതുപോലെ വ്യഭിചാരം ചെയ്തിട്ടും ദാവീദ് ഒന്നേ പ്രാർത്ഥിച്ചോളൂ, അപ്പാ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, എൻ്റെ വിവരക്കേടാണ്, എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരു കണ്ണീരോടെ ഒരു കാര്യമേ അപ്പനോട് പറയാനുള്ളത്, അങ്ങേ സന്നിധിയിൽ നിന്ന് എന്തെല്ലാം എന്നോട് ചെയ്താലും, എൻ്റെ കുടുംബത്തെ തീ കൊടുത്താലും ശരി, നശിപ്പിച്ചു കളഞ്ഞാലും, എൻ്റെ രാജസ്ഥാനം എടുത്തു മാറ്റിയാലും, അപ്പാ അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.